വെൽക്കം ബാക്ക് ടു ലേഡീസ് സ്പാ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സ്പോർട്സ് ബ്രേ ആണ് കേട്ടോ. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാന്നുള്ളത് നമുക്ക് അഫ്രനോട് ചോദിച്ചറിയാം. അഫ്ര, എന്തൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി? നമുക്ക് എല്ലാ ഒരുവിധം സൈസിൽ വരുന്ന വുമൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോർട്സ് വെയർ ആണ്. നോർമൽ സ്പോർട്സ് വെയറിനേക്കാളും കുറച്ചും കൂടി പ്രീമിയം ക്വാളിറ്റിയാണ്. നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത്. ഇതിന്റെ സ്ട്രാപ്പ് ഒക്കെ വരുന്നത് നല്ല വീതിയിൽ, അതുപോലെ ബാക്കിലേക്ക് നല്ല സപ്പോർട്ട് 4 ഹുക്കാണ് ഇതിന് വരുന്നത്. ഈ ഫോട്ടോയിൽ കണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാം, കണ്ടില്ല, ബാക്കിൽ 4 ഹുക്സ് വരുന്നുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഈ 4 ഹുക്ക് ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ വരുന്നുണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഇതിൽ വരുന്നുണ്ട് 4 ഹുക്സ് ഇങ്ങനെ. ഈ 4 പിന്നെ ഹുക്സിനും ഓരോ ലെവലായിട്ടാണ് ഇവര് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ ആൻഡ് 4th ലെവൽ. അങ്ങനെ ഒരു 4 ലെവലായിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതില് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നോർമൽ ഇമ്പാക്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാ. അതായത് യോഗ, മെയിൻ ആയിട്ട് യോഗ, ചെറിയ മൂവ്മെന്റിൽ നമുക്ക് അധിക പ്രഷറോ അധിക ഫോഴ്സോ കൊടുക്കേണ്ടാത്ത എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ലെവൽ 1 സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ലെവലിലേക്ക് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 ഹുക്ക് ഒരേ ലെവലിലാണ് ഇട്ടിട്ട് അങ്ങനെ ഒരേ ലെവൽ മീൻസ് ഇങ്ങനെ ഇത് ഫസ്റ്റ് ലെവൽ ആണെങ്കിൽ ഇതും ഫസ്റ്റ് ലെവൽ തന്നെ കൊടുക്കണം. ഒരേ ലെവലിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിട്ട്. അത് അധികം കുട്ടികൾക്ക് ഇപ്പൊ അറിയില്ല, നമ്മൾ അങ്ങനെ സ്പെഷ്യലായിട്ട് പറഞ്ഞു കൊടുക്കുക ചെയ്യാണ് ഇപ്പൊ. സെക്കൻഡ് ലെവൽ എന്ന് പറഞ്ഞാല് ലോ ഇമ്പാക്ട് എക്സസൈസസ്. ഫസ്റ്റ് ലെവൽ നോർമൽ ആയിട്ടുള്ള എക്സസൈസ്. ഇത് ലോ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു അനക്കം നമുക്ക് വരും, ചെറുതായിട്ടുള്ള അനക്കം വരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ട്രെച്ചിങ്ങിനും സൂര്യ നമസ്കാരം അങ്ങനത്തെ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള എക്സസൈസുകൾ ചെയ്യുന്ന സമയത്താണ് ലെവൽ 2 നമ്മൾ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ വല്ലാതെ ഇമ്പാക്ട് ഇല്ലാത്തോണ്ടാണ് ലെവൽ 2 കൊടുക്കുന്നത് അല്ലേ? അതെ, അപ്പൊ അത്ര സപ്പോർട്ട് മതി. ഭയങ്കര ടൈറ്റ്, ഇതിപ്പോ ലെവൽ കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് ടൈറ്റ് ആണ് വരുന്നത്. ഭയങ്കര സപ്പോർട്ട്, അടിയിലേക്ക് ഈ എന്താ പറയാ ബൗൺസിങ് എഫക്ട് കുറയ്ക്കുക, അതൊക്കെയാ പറയുന്നത്. തേർഡ് ലെവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മീഡിയം ഇമ്പാക്ട് എക്സസൈസസ്. അങ്ങനെ പറഞ്ഞാൽ ത്രെഡ്മില്ല് യൂസ് ചെയ്യാം, ജോഗിങ് ചെയ്യാം, അതൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇതിന്റെ ലാസ്റ്റ് 4th ലെവൽ അത് ഹൈ ഇമ്പാക്ട്. ഭയങ്കര വെയിറ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാര്, അതുപോലെ എന്താ സ്കിപ്പിങ്, സുംബ, നല്ല ബൗൺസിങ് എഫക്ട് നല്ലോണം ഹൈ ആയിട്ട് കൊടുക്കുന്ന ആൾക്കാരാണ് ഈ 4th ലെവൽ യൂസ് ചെയ്തിട്ട് എക്സസൈസ്. ഇത് യൂസ് ചെയ്ത് എക്സസൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് സാഗിങ് എഫക്ട് ഒക്കെ കുറയ്ക്കാൻ പറ്റും. മെയിൻ ആയിട്ട് വുമൻസിന് വരുന്ന ഒരു പ്രോബ്ലം ആണ് സാഗിങ് ഒക്കെ. മെയിൻലി ഇങ്ങനെ സ്പോർട്സ് വെയർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പൊ നോർമൽ സ്പോർട്സ് വെയർ ഉപയോഗിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് കംഫർട്ട് ആവാൻ വേണ്ടിയിട്ടാണ്. അതെ, നോർമൽ സ്പോർട്സ് വെയർ എന്ന് പറഞ്ഞാൽ ഒരു ലെയർ ഒക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു പാഡ് കൊടുക്കും. ഇങ്ങനെ സൈസ് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അധിക സപ്പോർട്ട് കൊടുക്കാനൊന്നും അങ്ങനെ ഒരു സംഭവം വരാറില്ല. ഇത് കണ്ടില്ല, ഇങ്ങനെ 2 ലെയർ ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഫോം ഓഫ് എക്സസൈസിനനുസരിച്ച് ലെവല് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇത് നമുക്ക് വാഷ് ചെയ്യാനും ഭയങ്കര ഈസിയാണ്. മെഷീൻ വാഷ് പോസിബിൾ ആണിത്. അപ്പൊ ഇതിന്റെ ഈ ഒരു പ്രോഡക്റ്റിന്റെ കൂടെ തന്നെ നമുക്കൊരു കവർ വരുന്നുണ്ട്. ആ കവറിൽ ഇട്ടിട്ട് നമ്മൾ മെഷീൻ വാഷ് ചെയ്യാൻ പറ്റും. ഈ ഒരു പൗച്ചിൽ ഇട്ടിട്ട് അതെ, ആയിട്ട് ഇതിലിട്ടിട്ട് ഇതങ്ങനെ മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് വാഷ് ചെയ്ത് കിട്ടും. നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കിത് നല്ല മൂവിംഗ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഒരുപാട് ആൾക്കാർ പോയിട്ട് കസ്റ്റമർ നല്ല റിവ്യൂ പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ആണിത്. ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഹുക്സിനൊന്നും കംപ്ലൈന്റ്സ് ഇല്ല. അതുപോലെ ഇതിന്റെ ബാക്ക് കണ്ടോ മെഹ്റീൻ? ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടോ മെഹ്റീൻ? ഇതിന്റെ ബാക്ക് ശ്രദ്ധിച്ചോ? ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു 5 ഹുക്സ് വരുന്നുണ്ട്. ഈ 5 ഹുക്സ് വരുന്നോണ്ട് തന്നെ നമുക്ക് ബാക്കിലേക്ക് നല്ല സപ്പോർട്ടായിരിക്കും. ഈ പുറം കടച്ചിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, ഈ സാഗി ബ്രസ്റ്റ് കാരണം അല്ലെങ്കിൽ ഹെവി ബ്രസ്റ്റ് കാരണമൊക്കെ പുറം കടച്ചിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു വീതിയുള്ള സംഭവം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ കുറെ നമുക്ക് സോൾവ് ആക്കാൻ പറ്റും. മെയിനായിട്ട് ഇന്നോവേഴ്സ് ഉപയോഗിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ലേഡീസിന് ഉണ്ടാവുന്ന ഒരുവിധ അസുഖങ്ങളൊക്കെ നമുക്ക് സോൾവ് ആക്കാൻ പറ്റും. കറക്റ്റ് ഇന്നോവേഴ്സ് കറക്റ്റ് സൈസിൽ കറക്റ്റ് ആൾക്കാർ യൂസ് ചെയ്യാന്നാണ് നമ്മുടെ ഒരു മോട്ടോ. അതാണ് ഈ കളറിൽ തന്നെയാണോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്? വേറെ കളേഴ്സ് ഉണ്ടോ? അല്ല, ബ്ലാക്ക് മാത്രമല്ല, നമുക്ക് മെയിൻ ആയിട്ട് 4 കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. ബ്ലാക്ക്, ഗ്രേ, പിങ്ക് ആൻഡ് മെറൂൺ. ബ്ലാക്കിൽ തന്നെ ആഷ് കളർ വരുന്നുണ്ടല്ലോ. ഗ്രേ കളർ. ഗ്രേ കളറില്ലേ? ഓക്കെ.
ലൈറ്റ് ഗ്രീൻ ഇവിടെ ഉണ്ട് സാധനം, ഞാൻ കാണിച്ചുതരാം. അതാ ഈ ബോക്സിലുണ്ട്. ആ യെസ്, ഇങ്ങനെയാണല്ലേ ഡബിൾ അതെ കളർ. അതെ അതെ അതെ, ഇങ്ങനെ ഡബിൾ കളർ ആയിട്ട് തന്നെ വരും. ഇതിന്റെ സൈസ് എങ്ങനെയാണ് വരുന്നത്? സൈസ് വരുന്നത് 32 to 42 42 വരെ ഉണ്ട്. അതുപോലെ ഡിഫറെന്റ് കപ്പ് സൈസിലും അവൈലബിൾ ആണ്. സി ഡി ഇ എഫ് ഇതിൽ തന്നെ ഡിഫറെന്റ് കപ്പും. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല വണ്ണുള്ള ആൾക്കാർക്കൊക്കെ ഇത് സ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മള് റിസ സ്പോർട്സിൽ വരുന്ന ബ്രയുടെ പ്രത്യേകതകള്. പിന്നെ നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത്? ഇത് ഓൾറെഡി ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ഓർഡർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈസും കപ്പ് സൈസൊക്കെ പറഞ്ഞാൽ നമുക്ക് സെൻഡ് ആക്കാം. അതേപോലെ ഇതിനെപ്പറ്റി യാതൊരു അറിവും ഇല്ലാത്തൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്ത് തരാൻ പറ്റും. ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങളുടെ കംഫർട്ട് സോൺ എന്താന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും. പിന്നെ അതുപോലെ നമ്മൾ ഒരുപാട് പ്രത്യേകത ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോയിൽ തന്നെ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനും പറ്റും കേട്ടോ. ഇത് വൺസ് യൂസ് ചെയ്ത ആൾക്കാർ ആരും ഇത് റിഗ്രറ്റ് ചെയ്യില്ല, നമ്മൾ ഗ്യാരണ്ടി. ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ബ്രായാണ്. ഇതുപോലുള്ള വെറൈറ്റീസ് ഓഫ് കളക്ഷൻസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.